ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വണ്ടി കയറിയപാട് ലേച്ചോട്ടി ഛർദിയും പരിപാടി ആയതുകൊണ്ട് അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 11 മണിയെല്ലാം ആകുമ്പോൾ എൻഗേജ്മെൻറ്റ് ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ എത്തിയിട്ടാകുമ്പോൾ വെൽക്കം ഡ്രിങ്കും സ്വീറ്റ്സും എല്ലാം കിട്ടിയിട്ടാ. അത് കഴിഞ്ഞ് നമ്മളെ ചെറുക്കനെ പെണ്ണിൻ്റെ ആങ്ങള വെൽക്കം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ ചടങ്ങെല്ലാം കണ്ടിട്ട് നമ്മളെ കേരളത്തിൽ ഇതുപോലത്തെ ചടങ്ങെല്ലാം ഉണ്ടോ എന്ന് ചിന്തിക്കണ്ട. കണ്ണൂരിലെ ചെക്കനും കൊടകിലത്തെ പെണ്ണുമാണ് കേട്ടോ. കൊടകിലെ ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനും ഷൈജും ഇത് 3ാമത്തെ തവണയാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരുമായിട്ട് ആദ്യം തന്നെ കമ്പനി ആയതുകൊണ്ട് വലിയ മടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എൻഗേജ്മെൻറ്റിന് തന്നെ ഇവർക്ക് കുറേ ചടങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിതെല്ലാം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ കാണലാന്ന് എന്നാ പരിപാടി എന്നുള്ളത്. ഓനൊന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓനും കന്നഡ അറിയില്ല. ആടെയാണെങ്കിൽ മൊത്തം കന്നഡയും. അപ്പം എനിക്ക് കുറച്ച് കന്നഡ അറിയുന്നതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു, അത്ര തന്നെ പറയാം. ഇപ്പോൾ മണവാട്ടിയെല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് മലയാളം. എന്തായാലും നമ്മൾ കല്യാണത്തിനാകുമ്പോൾ എല്ലാം സെറ്റാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മണവാട്ടി വന്നിട്ട് കുറേ ചടങ്ങുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് കാണാം.
ചടങ്ങെല്ലാം കഴിഞ്ഞു, മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. കൂട്ടത്തിൽ നമുക്കും 4 കുപ്പിവളയെല്ലാം കിട്ടിയിട്ട് എല്ലാവർക്കും 4 കുപ്പിവളയെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. അവരെന്തെല്ലാം ഫുഡാണ് ഒരുക്കിയിരിക്കുന്നത്, ആ ഫുഡെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ അവർ ഇഡ്ഡലി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. അടുത്തത് കച്ചമ്പർ ഉണ്ടായിരുന്നു. കാസർഗോഡ് കച്ചമ്പറും കണ്ണൂർ ചള്ളാസുവാണേ. പിന്നെ ചോറ്, പച്ചരിച്ചോറ്, സാമ്പാർ, രസം, മട്ടൻ കറി, മീൻ പൊരിച്ചത്, കടലയും കോവയ്ക്കയും കൊണ്ടുള്ള ഒരു വറവ്, മോര്, അച്ചാർ, പപ്പടം, മുളക് ബജ്ജി, നല്ല അടിപൊളി നെയ്യെല്ലാം ഇട്ട നല്ല അടിപൊളി പാൽപ്പായസം, അത് കഴിഞ്ഞ് ഗുലാബ് ജാം എല്ലാം കൂട്ടി അടിച്ച് നമ്മൾ ബോധം പോയിരിക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഫുഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കർണാടകയിൽ ഫുഡ് നമുക്ക് സെറ്റാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായി. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമായിട്ടുണ്ട് നല്ലോണം. നമ്മളെ എല്ലാ സംഭവങ്ങളും ടേസ്റ്റ് ഇത് നോക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ സാധനവും എടുത്ത് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്ത് വീണിട്ടാണുള്ളത്. പിന്നെ ബാക്കി വീഡിയോസ് എല്ലാം ഷൈയാണ് എടുത്തു തന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. വെറ്റില അടക്കയെല്ലാം കൊടുത്തിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒക്ടോബറിലാണ് കല്യാണം. പിന്നെ ഒക്ടോബറിൽ ഒരു ആഘോഷം കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കാരണവന്മാരെല്ലാം വട്ടത്തിലിരുന്ന് സംസാരിച്ച് ഡേറ്റും കാര്യങ്ങളെല്ലാം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏത് സ്ഥലത്താണ് കല്യാണം, എപ്പോഴാണ് കല്യാണം, മുഹൂർത്തം, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെ കാസർഗോഡ് എല്ലാ ഭാഷയുള്ളതുകൊണ്ട് അത്യാവശ്യം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ട് അത്യാവശ്യം കന്നഡ, തുളു അതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉപകാരം ഇപ്പോഴാണ് മനസ്സിലായത്. കാര്യം അവിടെ എത്തിയിട്ട് എല്ലാവരോടും നല്ലോണം വർത്താനെല്ലാം പറയാൻ പറ്റി. അങ്ങനെ ഫങ്ഷനെല്ലാം കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ കോട മഞ്ഞായിട്ട് ഇങ്ങനെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പുള്ള സ്ഥലമായിട്ടാണ്. അവരവിടെ ജീവിക്കുന്നവരെ സമ്മതിക്കണം. പക്ഷെ എല്ലാവർക്കും അത് സെറ്റാവില്ല. അവർക്ക് ഇനി കേരളത്തിൽ വന്ന് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബബ്ബായി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ എവിടെയോ വെള്ളച്ചാട്ടമെല്ലാം കണ്ട് അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. അധികം ചൂടൊന്നുമില്ല, തണുപ്പ് ഏരിയ ആയതുകൊണ്ട് ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. ഫുഡെല്ലാം കഴിച്ച് ക്ഷീണം കൊണ്ട് ഉറക്കം തൂങ്ങുമ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും ഇറങ്ങി. നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ 7 വണ്ടിയാണ് പോയത്. പക്ഷെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ആരെയും കണ്ടിട്ടില്ല. നമ്മളെ വഴിക്ക് ബാക്കിയുള്ളവർ അവരെ വഴിക്ക് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ആ കടയിലുള്ള ഓരോ സംഭവങ്ങളും ഷൈജന്നെ എടുത്ത് ഇങ്ങനെ കാണിച്ചെടുത്താണ്. അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് വാങ്ങിത്തരുന്നുമില്ല. അങ്ങനെ ഞാൻ നല്ലൊരു അടിപൊളി പരിപ്പ് വടയും കുടകിൽ നല്ല ചൂട് കാപ്പിയും കുടിച്ച്. എനിക്ക് കാപ്പിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഓനൊരു കട്ടൻ ചായ എടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ലച്ചൂട്ടിയാണെങ്കിൽ ആ ഷോപ്പിലുള്ള എല്ലാ സംഭവങ്ങളും ഓള് പൊറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഓൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഏതാണെന്ന് വെച്ചിട്ട് ഓളെല്ലാം തപ്പി നടക്കുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഓൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഓടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒക്ടോബറിലാണ് നമ്മുടെ മിഥുൻ്റെ കല്യാണം. അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളും എല്ലാം ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.